ഗുഡ് മോർണിംഗ്. നമ്മൾ ഇപ്പോൾ ഇനി എക്സാം ഒക്കെ വരാൻ പോയില്ലേ നിങ്ങളുടെ, അപ്പോൾ നമുക്ക് എക്സാം ഓറിയൻറ്റഡ് ക്വസ്റ്റ്യൻസ്, അതായത് SSLC ഫൈനൽ എക്സാമിന് വരാൻ സാധ്യതയുള്ളതെന്നല്ല ഉറപ്പുള്ള ക്വസ്റ്റ്യൻസാണ് നമ്മളതിന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് 3 types ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. 2 മാർക്സ്, 3 മാർക്സ്, 5 മാർക്സ് അങ്ങനെയൊക്കെ. അപ്പോൾ എല്ലാ ചാപ്റ്ററിൽ നിന്നും ഒരുമാതിരി മിക്ക ചാപ്റ്ററിൽ നിന്നും 2 മാർക്സിന് കാണും. സിമ്പിളായിരിക്കും, ഒരു വാല്യൊക്കെ കണ്ടുപിടിക്കാനേ കാണത്തുള്ളൂ, നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. നമുക്ക് ഈ സോളിഡ്സ് എന്നുള്ള പാഠത്തിൽ നിന്ന് നമുക്ക് എക്സാമിന് ഞാൻ ഉറപ്പ് തരാം, ഇത് ഷുവറായിട്ട് വരും. ആ ക്വസ്റ്റ്യൻ ആണിത്. ടോട്ടൽ സർഫസ് ഏരിയ ഓഫ് എ സോളിഡ് ഹെമിസ്ഫിയർ ഈസ് 675 pi centimeter square. ഫൈൻഡ് ദ കർവ്ഡ് സർഫസ് ഏരിയ ഓഫ് സോളിഡ് ഹെമിസ്ഫിയർ. നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, ഹെമിസ്ഫിയറിൻ്റെ ഫോർമുലാസ് പഠിച്ചിട്ടുണ്ട്. എന്താണ്? ടോട്ടൽ സർഫസ് ഏരിയ ഉണ്ട്. ഇപ്പോൾ നമ്മൾ ഹെമിസ്ഫിയർ എടുക്കുവാണെങ്കിൽ ഇതിന് 2 ഭാഗങ്ങളുണ്ട്. ഒന്ന് ഏതാ, ഈ സ്പിയറിന്റെ ഭാഗവും അതിന്റെ താഴെ ഭാഗം എന്ത് വരും, സർക്കിളിന്റെ ഭാഗവും വരും. അപ്പം സർഫസ് ഏരിയ ഓഫ് ഈ സർക്കുലർ പോർഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം, സർക്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കുന്ന ഫോർമുല πr². നമ്മൾ ചെറിയ ക്ലാസ് തൊട്ട് പഠിക്കുന്നതാണ്. ഇനി ഈ ഹെമിസ്ഫിയറിന്റെ ഈ കേർവ്ഡ് ആയിട്ടുള്ള അതായത് കേർവ്ഡ് സർഫസ് ഏരിയ എന്ന് പറഞ്ഞാൽ 2πr² ആണ്. അങ്ങനെയാണ് ടോട്ടൽ സർഫസ് ഏരിയ 1πr² + 2πr² = 3πr² എന്ന് വരുന്നത്. അതായത് ഇത് πr², ഈ ഏരിയ πr², ഈ ഏരിയ 2πr², അങ്ങനെ ടോട്ടൽ 3πr² എന്ന് വരുന്നത്. മനസ്സിലായല്ലോ? അപ്പം ഹെമിസ്ഫിയർ എന്ന് പറഞ്ഞാൽ 2 ഭാഗങ്ങളുണ്ട്. ഒന്ന് കർവായിട്ടിരിക്കുന്നതും ഒന്ന് സർക്കുലാറും. രണ്ടിൻ്റെയും കൂടെ ഏരിയ കൂട്ടുമ്പോഴാണ് 3πr² എന്ന് വരുന്നത്. നമുക്കൊരു ഫോർമുലയിലേക്ക് പോകാം. ഇവിടെ തന്നിരിക്കുന്ന വാല്യൂസ്, അപ്പം നിങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള പോലെ ക്വസ്റ്റ്യൻ്റെ ഫിഗർ ഒന്ന് വരച്ചിട്ട് ഇതൊന്ന് അടയാളപ്പെടുത്തി ഇടുക. ഓക്കെ, തന്നിട്ടുള്ളത് എന്തൊക്കെയാണ് തന്നിട്ടുള്ളത്? ദ ടോട്ടൽ സർഫസ് ഏരിയ ഓഫ് സോളിഡ് ഹെമിസ്ഫിയർ ആണ് തന്നിരിക്കുന്നത്. ടോട്ടൽ സർഫസ് ഏരിയയുടെ വാല്യൂ തന്നിട്ടുണ്ട് 675 pi എന്ന് പറഞ്ഞിട്ടുണ്ട് സെന്റിമീറ്റർ സ്ക്വയർ. ഓക്കെ, നമ്മളോട് ചോദിച്ചിരിക്കുന്നത് കേർവ്ഡ് സർഫസ് ഏരിയയുടെ ഫോർമുല എന്നാണ്? 2πr². അതായത് ഈ തന്നിരിക്കുന്ന വാല്യൂസിനകത്തുനിന്ന് നമുക്ക് ഈ 2πr² വില എത്രയാണ് നോക്കണം. അപ്പൊ എപ്പോഴും നിങ്ങൾ വിചാരിക്കുക, ഒരു ആൻസർ തന്നിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് എന്തിൻ്റെയെങ്കിലും ആൻസർ തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉടനെ തന്നെ അതിൻ്റെ ഫോർമുല = ആ വാല്യൂ ഇട്ട് കൊടുത്താൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ചെയ്യാനുള്ള ബാക്കി എന്തൊക്കെ വാല്യൂസ് ആണോ വേണ്ടത് അതെല്ലാം കിട്ടും. അപ്പോൾ നമുക്ക് നോക്കാം, ഇവിടെ എത്രയാണ്? 675 തന്നിരിക്കുന്ന ടോട്ടൽ സർഫസ് ഏരിയയുടെ ഫോർമുല എന്നാ? 3πr². അപ്പോൾ നമ്മൾ ആ ഫോർമുല = 3πr² തന്നിരിക്കുന്ന വാല്യൂ 675 pi നമ്മൾ ഇക്വേറ്റ് ചെയ്യുകയാണ്. ഇനി ലെഫ്റ്റ് ഹാൻഡ് സൈഡും റൈറ്റ് ഹാൻഡ് സൈഡും നോക്കുക, ഒരുപോലുള്ളതെല്ലാം നമ്മൾ ക്യാൻസൽ ചെയ്യുന്നു. എന്തൊക്കെ ക്യാൻസൽ ചെയ്യാം? ഓക്കെ, പൈയും ക്യാൻസൽ ആയിപ്പോയി. പിന്നെ എന്നാ ഉള്ളത്? 3r² ഇപ്പുറത്തില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ 3 ഇവിടെയുണ്ട്. അപ്പോൾ 675. അപ്പം നമ്മൾ ഈ r² ഒറ്റയ്ക്കാക്കുകയാണ്. r² ഒറ്റയ്ക്കാക്കുമ്പോഴത്തേക്കും ഈ 3 നമ്മൾ ഇപ്പുറത്തോട്ട് കൊണ്ടുവരുന്നത്. ഇവിടെ നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഈ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ മൾട്ടിപ്ലിക്കേഷൻ ആണ് ചെയ്തിട്ടുണ്ടെങ്കിൽ റൈറ്റ് ഹാൻഡ് സൈഡ് ആകുമ്പോൾ അത് ഡിവിഷൻ ആകും. അപ്പം 675 / 3 ചെയ്ത് നോക്കുക, എത്ര വരും? 225. r² = 225 എന്ന് നിങ്ങൾക്ക് ആൻസർ കിട്ടും. വേണമെങ്കിൽ ഇത് r² ആണ്, വേണമെങ്കിൽ ഇതിനകത്തുനിന്ന് 6 കണ്ടുപിടിക്കാം. r = √225 = 15 സെന്റിമീറ്റർ എന്ന് കിട്ടും. ഇത് ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം നമുക്ക് അടുത്ത് കണ്ടുപിടിക്കേണ്ട വാല്യൂസിലേക്ക് നേരിട്ട് ഇത് കൊടുക്കാം. പക്ഷെ കണ്ടുപിടിച്ചാൽ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ നമുക്ക് r² കിട്ടി. ഇനി നമ്മൾ കാണാൻ ചോദിച്ചിരിക്കുന്നത് കേർവ്ഡ് സർഫസ് ഏരിയയുടെ ഫോർമുല എന്നാണ്? കേർവ്ഡ് സർഫസ് ഏരിയ = 2πr². അപ്പോൾ കേർവ്ഡ് സർഫസ് ഏരിയ = 2πr² = 2 × π. ഇത് 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് പൈയുടെ വാല്യൂ ഒന്നും പ്രത്യേകിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല, വെറുതെ സമയം പോകും. 5 മാർക്കൊക്കെയാണ് പൈയുടെ വാല്യൂ കൊടുത്ത് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യണം. ഇവിടെ ഞാൻ പൈയായിട്ട് തന്നെ ഇടുവാണ്. ഇനി r തന്നിട്ടുണ്ട്. r എത്ര കിട്ടി? r നമുക്ക് 15 കിട്ടുന്നുണ്ട്. നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. r² ഇറ്റ്സെൽഫ് ഇവിടെ തന്നിട്ടുണ്ട് 225. നിങ്ങൾക്ക് അത് വേണേൽ നേരിട്ട് r² എന്ന് പറഞ്ഞിടാം, അല്ലെങ്കിൽ r-ന്റെ സ്ക്വയർ. ഇവിടെ r-ന്റെ വാല്യൂ നമുക്ക് 15 കിട്ടിയിട്ടുണ്ട്. 15ന്റെ സ്ക്വയർ നോക്കിയേ, 2 × π × 15ന്റെ സ്ക്വയർ എത്രയാ? 225. അപ്പോൾ 225 × 2 എത്രയാണ്? 2 സോറി
450 സെൻറ്റിമീറ്റർ സ്ക്വയർ നമുക്ക് ആൻസർ കിട്ടും. സിമ്പിളാണ്, മനസ്സിലായല്ലോ. 2 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. എപ്പോഴും 2 മാർക്ക് ക്വസ്റ്റ്യൻ എപ്പോഴും ഇതുപോലുള്ളത് ആയിരിക്കും. വാല്യൂ തന്നിട്ട് അതിൽ നിന്ന് എന്തെങ്കിലും ഒരു എന്തിൻ്റെയെങ്കിലും ഫോമുലയുടെ ആൻസർ തരും. ആൻസർ തന്നിട്ട് അതിൽ നിന്നൊരു വാല്യൂ കണ്ടുപിടിക്കുന്നതായിരിക്കും. ഇവിടെ തന്നിരിക്കുന്നത്, ഇവിടെ സർഫസ് ഏരിയയുടെ ആൻസർ തന്നിരിക്കുകയാണ് 675 എന്ന് പറഞ്ഞ് തന്നിരിക്കുകയാണ്. ഉടനെ ഇത്രയേ ഉള്ളൂ. നമ്മൾ ഉടനെ ആ ഫോമുല, അതായത് സർഫസ് ഏരിയ, ടോട്ടൽ സർഫസ് ഏരിയയുടെ ഫോമുല ഈക്വൽ ടു തന്നിരിക്കുന്ന വാല്യൂ വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കണ്ടുപിടിക്കേണ്ട ഏതാണ് വാല്യൂ കിട്ടും. അത് വെച്ച് നമുക്ക് എന്താണ് ചോദിച്ചിരിക്കുന്നത് അത് ചെയ്യാൻ പറ്റും. ഓക്കെ, നിങ്ങൾ ചെയ്ത് നോക്കണം. ഇത് ഷുവർ ക്വസ്റ്റ്യൻ ആണ്. ഇത് പഠിച്ചാൽ എനിക്ക് ഉറപ്പുണ്ട് 100% ഇത് വന്നിരിക്കും. ഓക്കെ, താങ്ക് യു.